നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുലാപ്പറ്റ സ്വദേശിനി ദീപ. അപകടം ഇന്നു രാവിലെ. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലച്ചുരുട്ടിപ്പുഴു വ്യാപകം. ആശങ്കയോടെ കർഷകർ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം പാടശേഖരം സന്ദർശിച്ചു. കൊയ്തൊഴിഞ്ഞ വയലുകളിൽ കാഴ്ചയുടെ ഏഴഴക്. വാടനാംകുറിശി ചോറോട്ടുകാവ് ദേശത്താലപ്പൊലി വർണ്ണാഭമായി. ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. പുലാപ്പറ്റ സ്വദേശിനി ദീപയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയാണ് ദീപ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലച്ചുരുട്ടിപ്പുഴു വ്യാപകം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധർ പാടശേഖരം സന്ദർശിച്ചു. ഓലച്ചുരുട്ടിപ്പുഴുവിന്റെ അക്രമം തന്നെയാണെന്ന് സംഘം വിലയിരുത്തി. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ പ്രൊഫസർ കാർത്തികേയൻ, പാലക്കാട് അഗ്രികൾച്ചർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു, മണ്ണൂർ കൃഷി ഓഫീസർ TM തെസ്നിമോൾ, കൃഷി അസിസ്റ്റന്റ് ഷീബ എന്നിവരടങ്ങുന്ന സംഘമാണ് പുഴുക്കേടുകൊണ്ട് നശിച്ച നെൽപ്പാടം സന്ദർശിച്ചത്. പഴയതരം മരുന്നുകളൊന്നും തന്നെ ഇതിന് ഫലപ്രദമാകുന്നില്ലെന്നും പുതിയ വയേഗ പോലുള്ള കീടനാശിനികൾ വേണ്ട സമയങ്ങളിൽ ഉപയോഗിച്ച് രോഗം തടയാമെന്നും സംഘം പറഞ്ഞു. 1.5 മണിക്കൂറോളം സംഘം ഇവിടെ കർഷകരുമായി ചെലവഴിച്ചു. കർഷകരെയും ഭാരവാഹികളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മടങ്ങിയത്. അടുത്ത കൃഷി ഇറക്കുമ്പോൾ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ഇത്തരം രോഗങ്ങൾ വരും മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യവും സംഘം കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് AVM റസാഖ്, പാടശേഖര സമിതി സെക്രട്ടറി MKM റിയാസ്, കർഷകരായ വിജയം, ഉണ്ണികൃഷ്ണൻ, ജ്യോതി എന്നിവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. മണ്ണൂരിൽ ഓലചുരുട്ടിപ്പുഴു വ്യാപകമായി പടരുന്നു എന്ന വാർത്ത STV നേരത്തെ നൽകിയിരുന്നു. തുടർന്നായിരുന്നു കൃഷി ഗവേഷക വിഭാഗം ഉന്നത സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടനാംകുറിശി ചോറോട്ടുകാവിലെ ദേശത്താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. 100കണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. കൊയ്തൊഴിഞ്ഞ വയലുകളിൽ ഉത്സവ നിറവിന്റെ വിസ്മയമൊരുക്കിയാണ് ദേശത്താലപ്പൊലി പൂരപ്രേമികളുടെ മനം കവർന്നത്. കതിരുകൾ മാഞ്ഞ പാടത്ത് കാഴ്ചയുടെ പൊൻകതിരുകൾ നിരന്നു. സെൻട്രൽ പൊയിലൂർ ഗേറ്റ് തുടങ്ങിയ പ്രദേശങ്ങളുടെ കൂട്ടായ്മയാണ് ദേശത്താലപ്പൊലി. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി, സെൻട്രൽ ദേശങ്ങളിൽ നിന്നായി ആന, ഇണക്കാളകൾ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വേഷങ്ങൾ തുടങ്ങിയവ തട്ടകത്തമ്മയ്ക്ക് കാഴ്ചയുടെ കാണിക്കയായി ക്ഷേത്രത്തിലേക്ക് ഒഴുകി. വെളിച്ചങ്ങളുടെ വിസ്മയം സമ്മാനിച്ച് അല്പം വൈകിയാണ് പകൽപൂരം സമാപിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് ഗുരുതി തർപ്പണത്തോടെ സമാപനമായി. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ പൂജാരി പൂത്തിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്, കോമരം ജയപ്രകാശ്, ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്രത്തിൽ അഖണ്ഡനാമവും പുതുശ്ശേരി ദേശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദകൂട്ടും സംഘടിപ്പിച്ചിരുന്നു. 7 ദേശത്തു നിന്നും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്തു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്ന ഫെലോഷിപ്പുകൾ ചെണ്ടകലാകാരൻ സദനൻ വാസുദേവനും കഥകളി KG വാസുദേവനും, പ്രത്യേക ജൂറി പരാമർശം കലാക്ഷേത്രം വിലാസനിക്കും ലഭിച്ചു. കഥകളി വേഷം കേശവൻ കുണ്ടലായർ, കഥകളി സംഗീതം കോട്ടയ്ക്കൽ മധു, കഥകളി ചെണ്ട സുബ്രഹ്മണ്യ നമ്പൂതിരി, മദ്ദളം കലാമണ്ഡലം ഹരിദാസ്, കഥകളി ചുട്ടി ചിങ്ങോലി പുരുഷോത്തമൻ, കൂടിയാട്ടം സൂരജ് നമ്പ്യാർ, ലീലാമണി മോഹിനിയാട്ടം, പയ്യന്നൂർ PA കൃഷ്ണൻകുട്ടി തുള്ളൽ, ബിജീഷ് കൃഷ്ണ നൃത്തസംഗീതം, കലാമണ്ഡലം ഉണ്ണികൃഷ്ണ പൊതുവാളിന് SN തമ്പീശൻ പുരസ്കാരവും, എരിക്കാവ് സുനിൽ കലാഗ്രന്ഥം അവാർഡും, ഡോക്ടർ സദനം ഹരികുമാറിന് MKK നായർ സമഗ്ര സംഭാവന പുരസ്കാരവും, കലാമണ്ഡലം ആദിത്യന് യുവപ്രതിഭ പുരസ്കാരവും, ചെങ്ങന്നൂർ ഹരിശർമ്മയ്ക്ക് രാജസ്മൃതി പുരസ്കാരവും വിതരണം ചെയ്തു. എൻഡോൺമെന്റ് അവാർഡുകൾ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിക്ക് കർണാടക സംഗീതത്തിൽ ലഭിച്ചു. കോട്ടയ്ക്കൽ പ്രദീപ് കഥകളി, കലാമണ്ഡലം രവികുമാറിന് മിഴാവിലും, കലാമണ്ഡലം ശർമിള, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ആഷിഖ്
കഥകളി വിഭാഗം, വിനിത നെടുങ്കാടി, കൃഷ്ണ EP, മോഹിനിയാട്ടം വിഭാഗം എന്നിവർ UR പ്രദീപ് MLA യിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി. മൊത്തം 24 അവാർഡുകളും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലാ ഹിന്ദി അധ്യാപക് മഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും അക്കാദമിക വാർഷിക കലണ്ടറിന്റെ പ്രകാശനവും പത്തിരിപ്പാല GVHSSൽ നടന്നു. പൊതുസമ്മേളനം ഡോക്ടർ PK മാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ വാർഷിക കലണ്ടർ പ്രകാശനം ചെയ്തു. K ശ്രീകുമാർ, C രജനി, P ഉമാദേവി, മനോജ്, KP കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലയിലെ 20 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഗീത സ്വാഗതവും നസാര പർപ്പിൻ നന്ദിയും പറഞ്ഞു. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ നടക്കുന്ന KNMM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 25-ന് തുറന്ന സംവാദം സംഘടിപ്പിക്കും. നാസ്തികത മാനവികതയ്ക്ക് എതിരെ എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം BEM UP സ്കൂളിൽ വൈകുന്നേരം 6:30-നാണ് സംവാദമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുറന്ന സംവാദത്തിൽ പ്രമുഖ വാഗ്മിയും പ്രഭാഷകനുമായ MM അക്ബർ പങ്കെടുക്കുമെന്ന് KNM ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ജില്ലാ പ്രസിഡന്റ് NAM ഇസഹാക്ക് മൗലവി ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന വിഷയത്തിൽ ഷെരീഫ് മേലേതിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ നാളെ ചൊവ്വാഴ്ച 6:30 മണിക്ക് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ MM അക്ബർ ഒരു തുറന്ന സംവാദത്തിൽ സംസാരിക്കും. മാനുഷിക മൂല്യങ്ങൾ, മതമൂല്യങ്ങൾ ഇവ മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ വിഷയത്തിൽ ഈ സംവാദത്തിൽ ഞങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. MM അക്ബറിൻ്റെ നാളെ ചൊവ്വാഴ്ച 25-ാം തീയതി 6:30 വൈകുന്നേരം 6:30 നടക്കുന്ന പരിപാടിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. KNM ഒറ്റപ്പാലം മണ്ഡലം, കേരള നേതൃത്വ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ശീർഷകത്തിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PV ഹംസ, PP അബ്ദുൽ സലാം, KP അബൂബക്കർ, K മൊയ്തുട്ടി, ഇദ്രീസ് സോലാഹി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബ്ലഡ് ഡോണേഴ്സ് കേരള പാലക്കാട് ജില്ലാ തല സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സ്നേഹസംഗമം സിനി ആക്ടർ പ്രബിൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഞാൻ ഒരുപാട് ഇനോഗ്രേഷൻസ് ആണെങ്കിലും ഇതുപോലത്തെ പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും മൂല്യം കൂടിയതും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതും വന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നുന്നതായിട്ടുള്ളൊരു ഇത് സംഘടന ഇത് തന്നെയായിരിക്കും. ഇതിൽ ഒരു ഗസ്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, ഇതിലൊരു അംഗമായിട്ട് എന്നെ ക്ഷണിച്ചതിലും എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ 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 സന്തോഷമുണ്ട്. അത് ഞാൻ എത്രയോ വലിയ ഷോപ്പുകളിൽ ഇനോഗ്രേഷൻ പോലും എന്താ പറയാ, രക്തദാനത്തിൻ്റെ ആവശ്യകതയെ മുൻനിർത്തി നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പലരും മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്ലഡ് ഡൊണേഴ്സ് കേരള ജില്ലാതല സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. മരിച്ചുപോയ രക്തദാതാക്കളെ സ്നേഹസംഗമത്തിൽ അനുസ്മരിച്ചു. രക്തം ആവശ്യമായി വരുന്ന ഏത് അപകടഘട്ടത്തിലും രക്തമെത്തിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാക്കാൻ സംഘടന തീരുമാനിച്ചു. മോയൻ LPയിൽ നടന്ന സംഗമത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് കല്ലടിക്കോട് അധ്യക്ഷത വഹിച്ചു. ദീപിക മണ്ണാർക്കാട്, സജിത് VP, സലീം CK, ഫൈസൽ, സമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൽമന്ദം ബ്ലോക്കിന്റെ 33-ാം വാർഷികാഘോഷം കോട്ടായിൽ സംഘടിപ്പിച്ചു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഇങ്ങനെ നിറയെ നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ നാട്ടിടവഴികളും കരിമ്പനങ്ങളും ഒക്കെ ഉള്ള മനോഹരമായ പ്രദേശമാണ്. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തെവിടെയും ഒരാളെ സംബന്ധിച്ച് പന്തലുള്ള പാലക്കാടിന്റെ ഏറ്റവും നൈർമല്യമാണ്. സ്വാഗത സംഘം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുകയും മികച്ച പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ്, കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ TK ദേവദാസ് സ്വാഗതവും കൺവീനർ P മാധവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം
KSSPU കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. R രാമകൃഷ്ണൻ അനുശോചന പ്രമേയവും K രാധാദേവി സംഘടനാ റിപ്പോർട്ടും VS സുരേന്ദ്രനാഥൻ പ്രവർത്തന റിപ്പോർട്ടും K സുരേഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CN നാരായണഗുപ്തൻ, P പീതാംബരൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കരട് ബഡ്ജറ്റ് അവതരണവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും നടന്നു. L തോമസ് പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ C വാസു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം PK ഹരിദാസായിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഹാപ്പി കേരളം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അവരുടെയൊക്കെ ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനം ഇന്നലെ ഫുള്ളായി 2-3 ദിവസമായി അവരിവിടെ മോഡൽ സീരീസിന്റെ പരിപാടി പഞ്ചായത്തുകളിൽ കടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ആയിട്ടാണ് അവരതിന്റെ പേപ്പർ വർക്ക് ചെയ്യുന്നത്. കാരണം കുടുംബശ്രീ മിഷൻ ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു മോഡൽ സീരീസ് ആയി പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം അത്രയും വളരെ വലുതായതുകൊണ്ടാണ്. അപ്പൊ അതിനൊരു മാതൃക എന്ന നിലയിൽ ഹാപ്പി കേരളം പദ്ധതിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ K ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഭാനുരേഖ, കമലം, കുടുംബശ്രീ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജിൽമോൾ, ഗ്രീഷ്മ, അനുഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രകൃതിക്ക് വേണ്ടി മാത്രം ജീവിച്ച് പരിസ്ഥിതിയുടെ കാവലാളായ കല്ലൂർ ബാലൻ അനുസ്മരണവും ഓർമ്മമരം നടൽ ചടങ്ങും മങ്കരയിൽ സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. തന്നെ പാലക്കാടിന്റെ മാത്രം ഒരു തനിമയായിരുന്ന പനകൾ വെച്ച് പിടിപ്പിക്കുന്ന വലിയൊരു യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പനകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശാരീരികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് പിടികൂടിയത്. അതിൻ്റെ ചികിത്സയിലും അദ്ദേഹത്തിനെ പൂർണ്ണമായും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചികിത്സകളിലാണ് കൂടുതൽ താല്പര്യവും കാണിച്ചിരുന്നത്. അപ്പം എന്തായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലേട്ടൻ നമ്മെ വിട്ട് പിരിയുന്നില്ല. പാലേട്ടൻ എന്നെന്നും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം വെച്ച മരങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അദ്ദേഹത്തെ ഓർക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം. മങ്കര നേച്ചർ ക്ലബ്ബ് പ്രവർത്തകർ ചേർന്ന് കല്ലൂർ ബാലേട്ടൻ ഓർമ്മമരം നട്ടു. അനുസ്മരണ ചടങ്ങിൽ പഞ്ചായത്ത് അംഗം EP സുരേഷ്, MV സുഭാഷ്, KK റഹ്മാൻ, TN ചന്ദ്രൻ, KC മുരളീധരൻ എന്നിവർ കല്ലൂർ ബാലനെ സ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. മങ്കര നേച്ചർ ക്ലബ്ബ് അംഗങ്ങളായ KV പ്രത്യൂഷ്, രാമൻ OK, ഉണ്ണി വിശ്വനാഥ്, VP പ്രേംരാജ്, KK ഉദയൻ, ജാബിർ അതമനകത്ത്, വിശ്വനാഥൻ മാങ്കുറിശി, സുഭാഷ് മങ്കര, സൈഫുദ്ദീൻ KH എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുലാപ്പറ്റ സ്വദേശിനി ദീപ. അപകടം ഇന്നു രാവിലെ. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലച്ചുരുട്ടിപ്പുഴു വ്യാപകം. ആശങ്കയോടെ കർഷകർ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം പാടശേഖരം സന്ദർശിച്ചു. കൊയ്തൊഴിഞ്ഞ വയലുകളിൽ കാഴ്ചയുടെ ഏഴഴക്. വടനാംകുറിശി ചോറോട്ടുകാവ് ദേശത്താലപ്പൊലി വർണ്ണാഭമായി. ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.